നമസ്കാരം. ഇറാനെതിരെ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ച അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ഫലം കണ്ടില്ലെന്നും യുദ്ധത്തിൽ ഇറാന്റെ പരാജയവും ഭരണമാറ്റവും US ലക്ഷ്യം വെച്ചിരുന്നു എന്നും ഇതൊന്നും നേടാതെ അമേരിക്ക പരാജയപ്പെട്ടുവെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം നിലവിൽ വ്യക്തമാക്കിയത്. ഇറാന്റെ പ്രതിരോധ ശേഷിയും സുരക്ഷയും ഒരു രാജ്യത്തിനും തകർക്കാൻ കഴിയില്ല എന്നും ഇറാൻ ഒരിക്കലും സംഘർഷം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഉടൻ തന്നെ സംഘർഷങ്ങൾക്ക് സ്ഥിരമായുള്ള ഒരു പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിദേശകാര്യമന്ത്രി അരാജ് വ്യക്തമാക്കിയത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കായി ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്കിടയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ചർച്ച നടത്താനാണ് തങ്ങൾ താല്പര്യപ്പെടുന്നു എന്നാണ് ഇറാൻ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനേക്കാളും ഭരണകൂടത്തിലെ മറ്റു പ്രമുഖരെക്കാളും വാൻസിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുമെന്നാണ് ഇറാന്റെ നിലപാട്. സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും നയിക്കുന്ന ചർച്ചകൾ വിജയിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല എന്നും മുൻപത്തെ പരാജയപ്പെട്ട ചർച്ചകളും നിലവിലെ അവിശ്വാസവുമാണ് ഇതിന് കാരണമെന്നും ഇറാനിയൻ പ്രതിനിധികൾ സൂചിപ്പിക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ വാൻസ് കൂടുതൽ താല്പര്യപ്പെടുന്നു എന്ന വിലയിരുത്തലാണ് ഇറാനെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. അതേസമയം ചർച്ചാ ടീമിനെ തീരുമാനിക്കാനുള്ള അന്തിമ അധികാരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മാത്രമാണെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ്കർ വ്യക്തമാക്കിയത്. വാൻസിനെ നേരിട്ട് ചർച്ചകൾ ഉൾപ്പെടുത്തുന്നത് രാഷ്ട്രീയമായി സങ്കീർണമാണ് എന്നും അത് അദ്ദേഹത്തിന് അപകടമുണ്ടാക്കിയേക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ JD വാൻസ്, മാർക്കോ റൂബിയോ, കുഷ്നർ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമാണ്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന ഉറപ്പു നൽകുമെന്നും ട്രംപ് ആവശ്യപ്പെടുമ്പോഴും US-മായി നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ നടക്കില്ല എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക പ്രതികരണം. നയതന്ത്ര ചർച്ചകൾക്കായി പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനം ഇസ്ലാമാബാദിൽ വെച്ച് US ഇറാൻ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന. എന്നാൽ മേഖലയിലെ ശത്രുത തുടരുന്നതും അമേരിക്ക കൂടുതൽ സൈന്യത്തെ പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നതും ചർച്ചകളുടെ ഭാവി നിഴലിൽ വീഴ്ത്തുന്നുണ്ടോ എന്നൊരു സംശയവും ഉടലെടുക്കുന്നുണ്ട്. ഇരുപക്ഷവും തമ്മിലുള്ള ആഴത്തിലുള്ള അവിശ്വാസം നിലനിൽക്കെ ഇസ്ലാമാബാദിലെ കൂടിക്കാഴ്ച നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയം ഇന്നും പശ്ചിമേഷ്യയിൽ ഇറാൻ ആക്രമണങ്ങൾ ശക്തമാക്കി. UAE-യിൽ പുലർച്ചെയുണ്ടായ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചിരിക്കുകയാണ് സുരക്ഷാ സേന. ബഹ്റൈനിലും ഇറാന്റെ ആക്രമണമുണ്ടായി. മുഹ്റഖ് മേഖലയിൽ തീപിടുത്തം നടന്നതായാണ് റിപ്പോർട്ട്. ആളപായം ഇല്ല എന്നും പ്രതിരോധ മന്ത്രാലയം നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദിയിലെ കിഴക്കൻ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ ഇറാന്റെ 3 ഡ്രോണുകൾ തകർത്തതായാണ് പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. സംഘർഷം ഒത്തുതീർപ്പാക്കാൻ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാണ് എന്ന അവകാശവാദങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇറാന്റെ പ്രതികരണം എത്തിയത്.